500ഓളം അസ്ഥികൂടങ്ങൾ ഒരു തടാകത്തിന്റെ ആഴങ്ങളിൽ ശാന്തമായി ഉറങ്ങുന്ന നിഗൂഢതയുടെ ഭയാനകത പേറുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പേടിയാവുന്നുണ്ടല്ലേ? വർഷം തോറും നിരവധി സഞ്ചാരികളാണ് ഈ തടാകം കാണാൻ എത്താറുള്ളത്. ഈ വിചിത്രമായ തടാകത്തെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. 1942 ഒരു തടാകത്തിനടിയിൽ മനുഷ്യ അസ്ഥികൂടങ്ങൾ കൂടിക്കിടക്കുന്നത് കണ്ടെത്തിയത്. വന്യജീവി സങ്കേതത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ ദിനം പ്രതിയുള്ള പെട്രോളിങ്ങിനിടെ നടന്നു പോകുന്നതിനിടെ കണ്ടെത്തിയതാണ് ഈ തടാകം. ഈ തടാകത്തിന് ഏകദേശം 2 ഏക്കറോളം വലുപ്പവും 9 അടി താഴ്ചയുമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ തടാകത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള അസ്ഥികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് കാർബൺ ഡേറ്റിംഗ് എന്ന് പറയുന്ന ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ അതിൻ്റെ കാലപ്പഴക്കം ഏകദേശം 12-ാം നൂറ്റാണ്ടിനും 15-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ പിന്നീട് 2004 മാംസഭാഗങ്ങളും അസ്ഥിശകലങ്ങളും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠനവിധേയമാക്കിയപ്പോൾ അവയുടെ കാലപ്പഴക്കം ഏകദേശം 8-ാം നൂറ്റാണ്ടിന് ഇടയ്ക്കാണ് എന്ന് മനസ്സിലാക്കി. ഈ അസ്ഥികൾ ആരുടേത്, ഈ അസ്ഥികൾ എങ്ങനെ ഇവിടെ എത്തി എന്നതിനെയൊക്കെ കുറിച്ച് കുറേ കെട്ടുകഥകൾ മൂടിക്കിടക്കുന്നുണ്ട്. ഈ കെട്ടുകഥകളിൽ പറയുന്നത് ജാപ്പനീസ് അധിനിവേശത്തിൻ്റെ ഇരകളായിരിക്കാം എന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. എന്നാൽ അസ്ഥിശകലങ്ങളിലുള്ളവർ 2 ഗ്രൂപ്പാണ് എന്ന് തിരിച്ചറിയപ്പെട്ടു. അസ്ഥികൂടങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വേറെയൊരു നിഗമനം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ പ്രശസ്തമായ നന്ദാദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരായിരുന്നു എന്നാണ്. ആ തീർത്ഥാടന കാലത്തുണ്ടായ ആലിപ്പഴ വർഷത്തിൽ ഈ തീർത്ഥാടകർ കൊല്ലപ്പെട്ടതാകാമെന്നും കരുതപ്പെടുന്നു. അസ്ഥികൂടങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ തലയോട്ടികളിലൊക്കെ ഉണ്ടായിരുന്ന പരിക്കുകൾ കണ്ടതോടെ ഇവർക്ക് ഉറപ്പായി ആ കാലത്തെ ആലിപ്പഴ വർഷത്തിലാണ് ഇവരൊക്കെ കൊല്ലപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ഈ മരിച്ചവരൊക്കെ തീർത്ഥാടകരല്ലെങ്കിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇവിടെ എത്തിയവർ ഹിമപാതത്താലും ഹിമക്കാറ്റാലും വീണ് പരിക്കേറ്റ് മരിച്ചവരൊക്കെ ആകാമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും നിഗൂഢതകളുടെ കലവറയായ ഈ തടാകത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. ഈ വിചിത്രമായ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഇപ്പോൾ ഒരാകാംക്ഷയില്ലേ? ഇത് വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലുള്ള ഗഡ്വാളിലെ മലയിടുക്കുകൾക്കിടയിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ നന്ദാദേവി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ രൂപ് കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഈ വിചിത്രമായ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇതുപോലുള്ള വിചിത്രമായ കൗതുകമായിട്ടുള്ള വാർത്തകളുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ. ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ തന്നത്ര സപ്പോർട്ട് വീണ്ടും തരിക.